പ്രിയരെ, മംഗളവർത്തക്കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. മംഗളവർത്തക്കാലത്തിലെ 1-ാമത്തെ ഞായറാഴ്ച കേട്ട മംഗളവാർത്ത സക്കറിയ പുരോഹിതനോട് ഗബ്രിയേൽ ദൂതൻ യോഹന്നാൻ എന്ന പുത്രൻ അവർക്ക് ജനിക്കുമെന്നുള്ള ആ മംഗളവാർത്തയായിരുന്നു. 2-ാമത്തെ ഞായറാഴ്ച നാം ശ്രവിച്ചത് ഗബ്രിയേൽ ദൂതൻ മറിയത്തെ യേശു എന്ന പുത്രൻ തന്നിലൂടെ ജനിക്കുമെന്നുള്ള മംഗളവാർത്തയാണ് അറിയിച്ചത്. 3-ാമത്തെ ഞായറാഴ്ച യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ്റെ ജനനവും അതോടൊപ്പം തന്നെ അവന് പേരിടൽ കർമ്മവുമാണ് നാം ശ്രവിച്ചത്. 4-ാമത്തെ ഞായറാഴ്ച ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ജനനം അവൻ്റെ വളർത്തുപിതാവായ യൗസപിതാവിന് അറിയിക്കുന്ന വലിയ സംഭവമാണ്. നാം ഇതാ ക്രിസ്തുമസിനോട് അടുത്ത് കഴിഞ്ഞു. യേശുവിൻ്റെ ജനനത്തിന് നമ്മെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നല്ല ഒരു പുൽക്കൂട് കെട്ടി ഒരുക്കുന്ന ഒരവസരമാണ്, പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരവസരം. ഇന്നത്തെ തിരുവചന ഭാഗം മത്തായി സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. തിരുവചനം തുടങ്ങുക ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഇതറിഞ്ഞ യൗസേപ്പ് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് യൗസേപ്പ് പിതാവിൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വരിക. യൗസേപ്പ് പിതാവിനെ തൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന അസ്വസ്ഥത നിറഞ്ഞ ഒരനുഭവത്തിൻ്റെ ഒരു വാർത്തയായിരുന്നത്. യൗസേപ്പ് പിതാവിനത് മംഗളകരമായിരുന്നില്ല. തിരുവചനം പ്രകാരമാണ് 19-ാമത്തെ തിരുവചനം: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനായി തീരുമാനിക്കുകയാണ്. കാണുക, രഹസ്യമായിട്ട് യൗസേപ്പ് പിതാവ് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. നീതിമാനായ യൗസേപ്പ് പിതാവിനോട് മാലാഖ അറിയിക്കുന്നത്, മാലാഖ പറഞ്ഞു കൊടുക്കുന്ന നീതി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു നീതിയല്ലായിരുന്നു. കാരണം വിവാഹത്തിന് മുമ്പ് തന്നെ തൻ്റെ ഭാര്യയാകാൻ പോകുന്നവൾ ഗർഭിണിയാകുന്നൊരവസ്ഥ, അത് ഏത് പുരുഷനാണ്, ഏത് ഭർത്താവിനാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക? അങ്ങനെ അവളെ അപമാനവിധേയാക്കാനായിട്ട് ഇഷ്ടപ്പെടായതിനാൽ നീതിമാനായ യൗസേപ്പ് എന്താ ചെയ്തതെന്നറിയാമോ? രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം അവളിൽ ആരോപിക്കപ്പെടാതിരിക്കുവാനും ഒപ്പം സ്വയം കുറ്റം ഏറ്റെടുക്കുന്ന ഒരു കരുണ നിറഞ്ഞ നീതിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റേത്. അതുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അടുത്തേക്ക് വന്ന് ഇപ്രകാരം പറയുകയാണ്: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന്. ദാവീദ് വംശത്തിൽപ്പെട്ട ജോസഫിനോട് പറയുകയാണ്, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, കാരണം അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന്. അയാൾ ആകെ അസ്വസ്ഥമായി. കാരണം എന്ത് നീതിയാണ് യൗസേപ്പ് പിതാവിനോട് ദൂതൻ പറഞ്ഞു കൊടുക്കുക? ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റാവുന്ന നീതിയാണോ? വിവാഹം കഴിക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നൊരവസ്ഥ, അത് ഏത് ഭർത്താവിനാണ് സ്വീകരിക്കാൻ സാധിക്കുക? പക്ഷേ ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന നീതി അദ്ദേഹത്തിന് ശരിയാം വിധത്തിൽ ഉൾക്കൊള്ളാനായിട്ട് എളുപ്പമല്ല എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അദ്ദേഹം സ്വീകരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ദൈവദൂതൻ പറഞ്ഞതുപോലെ തന്നെ അവളെ ഭാര്യയായി സ്വീകരിക്കുകയാണ്. അങ്ങനെ തിരുവചനം പറയാണ്, പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരെ പാവത്തിൽ നിന്ന് മോചിക്കും എന്ന്. പ്രിയമുള്ളവരെ, യേശു നമുക്ക് രക്ഷകനായി മറിയത്തിലൂടെ ജന്മം സ്വീകരിക്കുമ്പോൾ ആ യേശുവിനെ വളർത്താനായിട്ട് ഒരു പിതാവ് വേണം. അതാണ് യൗസേപ്പ് പിതാവ്. അദ്ദേഹം അത് നീതിയോടുകൂടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്ന ഒരു
പിതാവിനെയാണ് നമുക്ക് കണ്ടുപിട്ടാൻ സാധിക്കുക. അവളെ ഭാര്യയായി അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് തിരുവചനം പറയുക. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ്. നമ്മോടുകൂടെ രക്ഷകനായി യേശുനാഥൻ നമ്മിൽ ഒരുവനായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് യൗസേപ്പ് എന്ന വളർത്തുപിതാവിനാൽ, നീതിമാനായ യൗസേപ്പിതാവിനാൽ ഇടയാക്കപ്പെടുമ്പോൾ ആ യൗസേപ്പിതാവിനെ പോലെ നമുക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നീതിയുള്ളവരായി തീരുവാനും അങ്ങനെ ദൈവഹിതം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടുവാനും എൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ആ യേശുനാഥൻ്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി പ്രാർത്ഥിക്കാം. യേശു നമ്മളെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.